സീക്വലുകളുടെയും ഫ്രാഞ്ചൈസികളുടെയും അയ്യരുകളിയാണ് മലയാള സിനിമാ ലോകത്ത് സമീപകാലത്ത് സാക്ഷ്യം വഹിക്കുന്നത്. ഭരതനാട്യവും സീക്വലുകളും ഫ്രാഞ്ചൈസികളുടെയും അയ്യരുകളികളാണ് മലയാള സിനിമാ ലോകം സമീപകാലത്ത് സാക്ഷ്യം വഹിക്കുന്നത്. ഭരതനാട്യം 2-ഉം ആട് 3-യും വാഴ 2-ഉം എല്ലാം ഇനി പുറത്തിറങ്ങാനിരിക്കുന്ന ദൃശ്യം 3 വരെ ഇതിന് ഉദാഹരണമാണ്. മാർച്ച് 19-ന് തിയേറ്ററിലെത്തി വലിയ വിജയം നേടിയ ആട് 3-യിലെ പല ടൈം ലൈനുകളെ സംയോജിച്ചുകൊണ്ടാണ് സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് കഥ പറഞ്ഞത്. കഥാപാത്രങ്ങളുടെ വിവിധ ടൈം ലൈനിലുള്ള ക്രോസ് ഓവറുകളും ആട് 3 സാക്ഷ്യം വഹിച്ചിരുന്നു. എന്നാൽ സ്വപ്നത്തിൽ പോലും പ്രേക്ഷകർ വിചാരിക്കാത്ത ഒരു ക്രോസ് ഓവറിനുള്ള സാധ്യതയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടെത്തിയിരിക്കുന്നത്. മലയാളത്തിലെ എക്കാലത്തെ മികച്ച ക്രൈം ത്രില്ലർ ചിത്രമായ ദൃശ്യത്തിൻ്റെ മൂന്നാം ഭാഗത്ത് ആട് 3യും തമ്മിലുള്ള കണക്ഷനാണ് സിനിമാ പേജുകളിൽ ചർച്ചയാകുന്നത്. മെയ് 21-ന് പുറത്തിറങ്ങിയ ദൃശ്യം 3 ഇതിനോടകം പുറത്തിറങ്ങിയ പോസ്റ്ററിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ജോർജ് കുട്ടി വായിക്കുന്ന പത്രവും ആട് 3-യിലെ സൈജുക്കുറുപ്പ് അവതരിപ്പിക്കുന്ന അരക്കിലബു വായിക്കുന്ന പത്രം ഒന്നാണെന്നാണ് ഈ ചർച്ചകൾക്ക് കാരണവും. സാമാന്യ ബോധത്തിൽ ആലോചിക്കുമ്പോൾ ഇരു ചിത്രങ്ങളും തമ്മിൽ ക്രോസ് ഓവർ വരാൻ നൂറിലൊന്ന് സാധ്യത പോലുമില്ലെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട തിയറികളും ഇതിനോടകം ആരംഭിച്ചു. ദൃശ്യം 3-യിൽ ഐ.ജി. ഗീതാ പ്രഭാകരന്റെ പിടിയിൽ അകപ്പെട്ട ജോർജ് കുട്ടിയെ രക്ഷിക്കാൻ ഷാജി പാപ്പനും ടീമും വരാൻ സാധ്യതയുണ്ടെന്ന സൂചനകളാണ് ഈ പത്രത്തിലെന്ന് പലരുടെ അഭിപ്രായം. വരുൺ പ്രഭാകരന്റെ കുലക്കുറ്റം ഷാജി പാപ്പന്റെ തലയിലിട്ട് ജോർജ് കുട്ടി രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്നും പലരും അഭിപ്രായപ്പെടുന്നു. ചിലപ്പോൾ രണ്ട് ചിത്രങ്ങൾ ആൾട്ടോ ഡയറക്ടർ ഒന്നായതുകൊണ്ട് സംഭവിച്ചതാകാം. ഇരു ചിത്രങ്ങളും തമ്മിൽ യാതൊരു കണക്ഷനും വരാൻ സാധ്യതയില്ലെന്നും പലരും കമന്റുകൾ രേഖപ്പെടുത്തുന്നു. രണ്ട് മൂഡിൽ പോകുന്ന ചിത്രങ്ങൾ ക്രോസ് ഓവർ ചെയ്ത രണ്ട് ചിത്രങ്ങളും വൈബ് നഷ്ടമാണെന്നും പലരും അഭിപ്രായപ്പെടുന്നു. രണ്ട് പത്രങ്ങളുടെയും വാർത്തകൾ ഒന്നാണെങ്കിലും രണ്ടിലും ഡേറ്റ് വ്യത്യസ്തമാണെന്ന കാര്യവും ചിലർ സൂചിപ്പിക്കുന്നു.